നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി മാത്രം നൽകിയാൽ പോരെന്നും വ്യക്തവും തൃപ്തികരവുമായ വിവരങ്ങൾ നൽകണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൽകുന്ന മറുപടിയിൽ കൃത്യമായ വിവരം ഉണ്ടായില്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പരാതികൾ ഓൺലൈനായി മാത്രമല്ല നേരിട്ട് നൽകിയാലും സ്വീകരിക്കണമെന്നും വിവരാവകാശ അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കാതെ ഇരിക്കരുതെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചു. വായന പക്ഷാചരണം ജില്ലാതല സമാപനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി ഡിജിറ്റൽ വായന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദ മത്സരം ആവേശമായി. ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും കാലിക്കറ്റ് സർവകലാശാല ജില്ലാ NSSഉം ചേർന്ന് ഫാറൂഖ് ട്രെയിനിംഗ് കോളേജിലാണ് സംവാദം സംഘടിപ്പിച്ചത്. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസ് എഡിറ്റർ AK മുരളീധരൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. കൊയിലാണ്ടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. 13 ലക്ഷം രൂപ ചെലവിട്ട് 11 പേർക്കാണ് സ്കൂട്ടറുകൾ നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഷിജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നിജില പറവക്കൊടി, KA ഇന്ദിര, കൗൺസിലർമാരായ T. ചന്ദ്രിക, KM സുമതി, ICDS സൂപ്പർവൈസർ റൂഫില, K. ഷബില, അനുഷ്മ എന്നിവർ സംസാരിച്ചു. 2025-26 വാർഷിക പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി യോഗം നിർദ്ദേശിച്ചു. വാർഷിക പദ്ധതികളുടെ അവലോകനവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗമാണ് പദ്ധതികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുന്നേ തന്നെ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ടെൻഡർ നടപടികൾ, ഗുണഭോക്തൃ പട്ടിക, അതിദരിദ്ര നിർമ്മാർജ്ജനം, ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള പദ്ധതികൾ, ഹെൽത്ത് ഗ്രാന്റ് പദ്ധതികൾ, മാലിന്യമുക്ത പദ്ധതികൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ ഷീജ ശശി അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി സർക്കാർ നോമിനി A. സുധാകരൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. IHRDക്ക് കീഴിലെ തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർട്ട് ടൈം ഫിസിക്സ് അധ്യാപകനെ നിയമിക്കും. ബയോഡാറ്റ സ്ക്രീനിൽ കാണുന്ന മെയിലിലേക്ക് ജൂലൈ 14-നകം അയക്കണം. അഭിമുഖം ജൂലൈ 15 ഉച്ചയ്ക്ക് 2-ന് സ്കൂൾ ഓഫീസിൽ. ഫോൺ 0495 2721 070. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് ഡയറക്ടർ ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പ്രതിമാസ വാടക നിരക്കിൽ കാർ ലഭ്യമാക്കാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 22-ന് വൈകിട്ട് 3-നകം കോഴിക്കോട് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ ലഭിക്കണം. ഫോൺ 0495 2377 188. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കും. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ള നെറ്റ് പാസ്സായ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിന്റെ അതിഥി അധ്യാപക പാനലിൽ ഉൾപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. ജൂലൈ 14 രാവിലെ 10-ന് സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ 0495 232 0694. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 2025-27 MBA ബാച്ചിലേക്ക് SC, ST, OEC വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തതിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂലൈ 14-ന് രാവിലെ 10 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. അസൽ രേഖകൾ സഹിതം എത്തണം. ഫോൺ 8547 6182 90 9188 00 1600. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ബാലുശ്ശേരിയിലെ ABC സെന്ററിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വെറ്റിനറി സർജനെ നിയമിക്കും.
90 ദിവസത്തേക്കോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടക്കുന്നതുവരെയോ ആകും നിയമനം. വെറ്റിനറി സയൻസിൽ ബിരുദവും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ABC സർജറിയിൽ പരിചയസമ്പന്നരായവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ 14 രാവിലെ 11 കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക്-ഇൻ ഇന്റർവ്യൂവിനെത്തണം. ഫോൺ 0495 2768 075. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.